ഹലോ ഹായ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരുപാട് കാലമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. സദ്യയുടെ കറികൾക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നേക്കുന്നത്. 500 ആൾക്കൊക്കെ സദ്യ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വീട്ടിൽ. അച്ഛനും ഞാനും കൂടിയിട്ട് അച്ഛനെ സഹായിക്കാനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ അപ്പോൾ അച്ഛൻ ചെയ്യണ കുറച്ച് ടിപ്സും ഒപ്പം എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സും ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. എല്ലാവർക്കും ഉപകാരമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കല്യാണ സദ്യയിൽ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ സദ്യ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഓണല്ലേ വരുന്നത്, അപ്പോൾ ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് നമ്മൾ സദ്യയുടെ കറികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നേരിട്ടിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകും. ഞാനിത് 10 ആൾക്ക് കഴിക്കുന്ന രീതിയിലുള്ള ഫുഡാണ് ഉണ്ടാക്കിയിരിക്കുന്ന അളവാണ് പറയണത് കേട്ടോ. പക്ഷേ ഇഞ്ചിക്കറി കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇഞ്ചിക്കറി, പുളിയിഞ്ചി എന്നൊക്കെ പല നാട്ടിലും പല പേരിലും അറിയപ്പെടുന്നത്. ഈ കറി ഉണ്ടാക്കാനുള്ള ടിപ്സാണ് പറയണത്, ടേസ്റ്റ് കൂടാനുള്ള ടിപ്സാണ് പറയണത്. ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് 1/4 കിലോ പഴുത്ത പുളി 1.5 കപ്പ് വെള്ളത്തിൽ നന്നായി പിഴിഞ്ഞ് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പാൻ ചൂടാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മൂത്ത് വരുമ്പോൾ 150 ഗ്രാം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, വളരെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 50 ഗ്രാം പച്ചമുളക് അതും കൂടി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായി മൂത്ത് വരുന്ന സമയത്ത്, ഇഞ്ചിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മുടെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടില്ലേ, പുളി അത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റും കളറും ഒക്കെ മാറാനായിട്ട് നമുക്ക് 4 ഈന്തപ്പഴം അത് നന്നായി പേസ്റ്റ് പോലെ അരച്ച് മാറ്റി വയ്ക്കുക. ആദ്യം വെള്ളം ഒഴിക്കാതെ അരയ്ക്കുക, പിന്നെ വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് മുളക് പൊടി 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒപ്പം തന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈന്തപ്പഴം അല്ലേ, വളരെ കൂടുതൽ വെള്ളത്തിലൊന്നും അരയ്ക്കരുത്, വളരെ കുറച്ച് വെള്ളത്തിൽ അരയ്ക്കുക. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. 300 ഗ്രാം ശർക്കര നന്നായി ഉരുക്കി അതും കൂടി ചേർത്ത് കൊടുക്കുക. ശർക്കര ഉരുക്കുമ്പോഴും അതെ, അധികം വെള്ളം വെക്കരുത്. ഒപ്പം തന്നെ ഒരു കഷ്ണം കായം കൂടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചിക്കറി നന്നായി തിളച്ച് വെള്ളം വറ്റി വരണം, വെള്ളം ഇങ്ങനെ പൊട്ടി വരും. അപ്പോൾ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഈന്തപ്പഴം ചേർക്കുന്ന കാരണം തന്നെ നമ്മുടെ ഇഞ്ചിക്കറി നല്ല ബ്ലാക്ക് കളറായിരിക്കും കേട്ടോ. അവസാനമായിട്ട് കുറച്ച് ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ചുക്കുപൊടി ഇല്ലാന്നെങ്കിൽ നമുക്ക് ഇഞ്ചി വറുത്തിട്ട് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഇഞ്ചിക്കറി റെഡിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ഓലൻ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റുള്ള ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടെ പറയുന്നുണ്ട്. 1/2 കിലോ കുമ്പളങ്ങയാണ് എടുത്തേക്കുന്നത്. അത് വളരെ ചെറുതാക്കി കനം കുറച്ച് അരിയുക. ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 മുറി തേങ്ങ ഉപയോഗിച്ചിട്ട് 1/2 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് 1ാമത്തെ തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വയ്ക്കുക. 2ാമത്തെ തേങ്ങാപ്പാലും 1/2 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് പിഴിഞ്ഞെടുക്കുക. ഒപ്പം തന്നെ അതിലെ കുമ്പളങ്ങ കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തട്ടിക്കൂട്ടി എല്ലാം റെഡിയാക്കി വെച്ച് അതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. 2 മിനിറ്റിന് ശേഷം തുറന്ന് വെച്ച് വേവിക്കുക. വെള്ളം നന്നായി വറ്റി കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് 1ാമത്തെ തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടില്ല, അതിലേക്ക് 3/4 സ്പൂണോളം കോൺഫ്ലവറും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. കട്ടയൊന്നുമില്ലാതെ ഉടച്ച് വെക്കുക. അപ്പോഴേക്കും നമ്മുടെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. കുമ്പളങ്ങയിലത്തെ കഷ്ണങ്ങളിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. 1ാമത്തെ തേങ്ങാപ്പാൽ കോൺഫ്ലവറും കൂടി കലക്കി വെച്ചിട്ടില്ല, അതും കൂടി ഒഴിച്ച് കൊടുക്കുക. ഒന്ന് തള വരുമ്പോൾ അപ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഓലൻ റെഡിയാവും. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. അടുത്തതായിട്ട് നമ്മുടെ കാളൻ, അടിപൊളി ടേസ്റ്റുള്ള കാളൻ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. എന്തായാലും നമ്മുടെ സദ്യയിലേക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ കാളൻ. അതുണ്ടാക്കാനായിട്ട് അതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സും ഞാൻ പറഞ്ഞുതരാം. അതിനാവശ്യമായിട്ട് നേന്ത്രക്കായാണ് എടുത്തേക്കുന്നത്, പച്ച നേന്ത്രക്കായാണ് എടുത്തേക്കുന്നത്. അത് നടുമുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത് വേവാനായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു കുഞ്ഞു കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വിസിൽ വന്ന് കറക്റ്റായി വന്നിട്ടുണ്ടാവും, കറക്റ്റായിട്ടുള്ള വേവായിട്ടുണ്ടാവും. അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം. 1/4 മുറി തേങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത്. നല്ല പച്ച തേങ്ങ എടുക്കണം. പാലനിലേക്ക് നല്ല ടേസ്റ്റ് എപ്പോഴും പച്ച തേങ്ങ ആയിരിക്കും. ഉണങ്ങിയ തേങ്ങ ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതിലേക്ക് 1/4 സ്പൂണോളം ജീരകം ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. വെള്ളം ചേർത്തിട്ടല്ല അരച്ചെടുക്കേണ്ടത്, തൈര് ചേർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത്. 1/2 കപ്പ് തൈര് ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കായ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പില്ല അതും കൂടെ ചേർത്ത് കൊടുക്കുക. തൈര് ഉപയോഗിച്ചിട്ട് അരച്ച കാരണം തന്നെ കാളന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോഴായിട്ട് കാളൻ അടിപൊളിയായിരിക്കും. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ, നല്ല പുളിയുള്ള തൈരായിരിക്കണം നമ്മൾ എപ്പോഴും ഇതിനൊക്കെ ഉപയോഗിക്കേണ്ടത്, അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഈ ലാസ്റ്റായിട്ട് തൈര് ഒഴിക്കുമ്പോഴും പ്രത്യേക ഒരു ടേസ്റ്റ്. അരപ്പ് ചേർത്ത് നന്നായി തിളയ്ക്കാനായിട്ട് പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്ന് പതഞ്ഞ് വരാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഒപ്പം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക്, ഉലുവ പ്രത്യേകിച്ച് ചേർക്കണം കേട്ടോ. ഉലുവയും കടുകും പൊട്ടിച്ച്, ഉണക്കമുളക്
ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് ട്രൈ കാണാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഓണത്തിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ അവിയലിന് ടേസ്റ്റ് കൂടാനുള്ള എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ അവിയൽ നല്ല കഷ്ണങ്ങളൊക്കെ കറക്റ്റായി കിടന്ന് നന്നായി വെന്തിട്ടുണ്ടാവണം, എന്നാലും കുഴഞ്ഞു പോവാതെ കിട്ടണം. അതിനായിട്ട് നമ്മൾ കഷ്ണങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കുക, എപ്പോഴും ഉടഞ്ഞു പോണ കഷ്ണങ്ങൾ, പെട്ടെന്ന് ഉടഞ്ഞു പോണ പൊന്തങ്കായ അങ്ങനത്തെ കഷ്ണങ്ങളൊന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് വേപ്പിൻ്റെ ഇല കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഷ്ണങ്ങൾ ഉണഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ കഷ്ണങ്ങൾ തീരെ ഒട്ടിപ്പിടിക്കില്ല, വെന്ത് കഴിഞ്ഞാലായിട്ട് പെട്ടെന്നൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പം തന്നെ 2.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. തിളച്ച് ആവി വരുന്ന സമയത്ത് അടച്ച് വെക്കുക. ഒരു 6 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങൾ നന്നായി വെന്തിട്ടുണ്ട്. ഈ അവിയലിൻ്റെ ടേസ്റ്റ് കൂടാനുള്ള ടിപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ അരപ്പിലാണ് കേട്ടോ. അപ്പോൾ അതേ 1/4 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1/4 സ്പൂൺ ജീരകം, അതുപോലെ 4 ചുവന്നുള്ളി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് പൾസ് ചെയ്യുക. 2 വട്ടം ഇതുപോലെ പൾസ് ചെയ്യുക. കണ്ട ചതഞ്ഞ് വന്നാൽ മാത്രം മതി. ചതഞ്ഞ് വന്നിട്ടുള്ള തേങ്ങയില്ല, അതിൽ നിന്ന് 3/4 ഭാഗത്തോളം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കണം. കണ്ടില്ലേ, 3/4 ഭാഗത്തോളം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ട് ബാക്കിയുള്ള തേങ്ങയില്ല അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അത് 3/4 ഭാഗത്തോളം തേങ്ങ നന്നായി ചതഞ്ഞതും 1/4 ഭാഗത്തോളം തേങ്ങ നന്നായി അരഞ്ഞ് കിട്ടിയതും, അതാണ് നമ്മൾ അവിയലിന് ടേസ്റ്റ് കൂടാനുള്ള ടിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴായിട്ട്. ഒപ്പം തന്നെ അവിയലിലെ കഷ്ണങ്ങളിലേക്ക് 2 തേങ്ങയും ഒരുമിച്ച് ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് തൈരൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അധികം പുളി കൂടിയലായിട്ട് അവിയലിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. വെച്ച് അരപ്പൊന്ന് വെന്തതിന് ശേഷം തുറന്നിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ അടച്ച് വയ്ക്കുക. ഒരു മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് വയ്ക്കാം. നമ്മളെ അവിയൽ സൂപ്പറായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. അത് തന്നെ നമ്മൾ കഷ്ണങ്ങളിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത കാരണം തന്നെ നമ്മൾ കഷ്ണങ്ങളൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഒപ്പം തന്നെ നമ്മുടെ അരപ്പിന് പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൽ ഏറ്റവും എളുപ്പമായതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു കറിയാണ് അടുത്തത് കാണിക്കുന്നത്. ഇത് എൻ്റെ സ്പെഷ്യലായിട്ട് ഇവിടെ ഓണത്തിനും വിഷുവിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു വലിയ സവാള കൊത്തി എറിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 3/4 സ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് തിരുമ്മി എടുക്കുക. എന്നിട്ട് ഈ വെള്ളം ഒന്ന് സവാളയിൽ വരുന്ന വെള്ളം അതൊന്ന് നന്നായി ഒന്ന് പിഴിഞ്ഞ് കളയുക. എന്നിട്ട് അതിലേക്ക് വേണ്ടിയുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. ഒരു 1/4 മുറി തേങ്ങ, അതിലേക്ക് ആവശ്യമായിട്ട് 2 കഷ്ണം ബീട്രൂട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. 1/2 സ്പൂൺ കടുക്, പിന്നെ 1 കപ്പ് തൈര് അതും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല പുളിയുള്ള തൈര് ഇട്ടാൽ അതും കൂടി നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാളയുടെ കൂട്ടിൽ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അവസാനമായിട്ട് 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പച്ചടി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒപ്പം തന്നെ അതിൻ്റെ ഒപ്പം കടുക് വറുത്തിടണം. കടുക്, മുളക്, അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ച് അതിലും കൂടി ചേർത്ത് കൊടുക്കുക. ഈസി ആയിട്ടുള്ള കറിയാണ്, വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ഒന്നുമില്ല. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഓണത്തിനും വിഷുവിനും ഉണ്ടാക്കാറുള്ളൊരു കറിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ സ്വന്തം പൈനാപ്പിൾ പച്ചടി, നല്ല മധുരമുള്ള പൈനാപ്പിൾ പച്ചടി, നല്ല ടേസ്റ്റ് അല്ലേ നമുക്ക് ചോറിനൊപ്പം കഴിക്കാനായിട്ട്. അതും ടേസ്റ്റ് കൂടാനായിട്ടുള്ള 1-2 ടിപ്സ് ഞാൻ പറയുന്നുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ പകുതി പൈനാപ്പിളാണ് കേട്ടോ എടുത്തേക്കുന്നത്. പൈനാപ്പിൾ ഇത് തോലെല്ലാം കളഞ്ഞ് 4 പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 4-ൽ നിന്നും 1 പീസ് എടുത്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി പേസ്റ്റ് പോലെ ആക്കി മാറ്റി വയ്ക്കുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒരു പേസ്റ്റ് ഈ കറിയിൽ ചേർക്കുമ്പോഴായിട്ട് കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ ചെറുതാക്കി ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി ചൂടാവുന്ന സമയത്ത് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 3/4 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല മധുരമുള്ള കറിയാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇല്ല, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഒന്ന് വേവാറായിട്ടുണ്ട്. ഏകദേശം ഒരു 7-8 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായി ഒന്ന് വെന്ത് വരും. വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റി വരണം കേട്ടോ. 2 കൈപ്പിടി തേങ്ങയാണ് അരയ്ക്കാനായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ട് 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. ഒപ്പം തന്നെ 1 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല പുളിയുള്ള തൈര് വേണം കേട്ടോ. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് 4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായി അരച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഈ സമയത്ത് പച്ചമുളക് ചേർത്താലായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊട്ടണതായിട്ട് നമുക്ക് കാണാം. ആ സമയത്ത് നമ്മൾ പൈനാപ്പിൾ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പിൽ
അല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്ത് കൊടുത്താലായിട്ട് നല്ലൊരു മണം, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എപ്പോഴും മോരുകറി വെക്കുമ്പോഴായിട്ട് അവസാനം കുറച്ച് തൈര് കൂടി ചേർക്കുകയാണെങ്കിൽ എല്ലാ കറിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു തള വന്നാൽ മതി, അപ്പോഴേക്കും ഓഫ് ചെയ്യുക. നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഈസി ആയിട്ട് തയ്യാറാക്കാം, നല്ല ടേസ്റ്റാണ്. അതായിട്ട് നമ്മൾ വറുത്തരിശ്ശേരിയാണ് കാണിക്കേണ്ടത്. ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വറുത്തരിശ്ശേരിയാണ്, നല്ലൊരു മണമാണ്. നമുക്ക് സദ്യയിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റാണ്. ഇതിലേക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ 50 ഗ്രാം വെള്ളക്കടല കുതിർത്തി വെച്ചത്, അതുപോലെ തന്നെ 100 ഗ്രാം വെച്ചിട്ട് പച്ചക്കായ, അതുപോലെ തന്നെ ചേന, മത്തങ്ങ അതും കൂടെ എടുക്കുക. അതും കൂടെ ചെറുതാക്കി കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെക്കുക. കടല വേവാനായിട്ട് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ പച്ചക്കായ, മത്തങ്ങ, ചേന അതെല്ലാം വേറൊരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി 1 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് വേവാനായിട്ട് അതിനൊപ്പം തന്നെ വെള്ളവും വെക്കുക. എന്നിട്ട് അത് സ്റ്റൗമ്മേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് വേവിക്കുക. നന്നായി വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അടച്ച് വെച്ച് വേവിക്കുക. വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കാനുണ്ട്. ഇതാണ് അതിലേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തരണ ഒരു കൂട്ട് കേട്ടോ. 1/4 സ്പൂൺ ജീരകം, 1 സ്പൂൺ കുരുമുളക്, പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല, അതായത് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നന്നായി ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ട് ഒരു അരമുറി തേങ്ങ, ഒരു ചെറിയ മുറി തേങ്ങ ഒന്ന് ചിരകി ഒന്ന് വറുത്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ തേങ്ങ ചിരവിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതേ ഒരു കളറാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വെള്ളക്കടലില്ല അത് വേവിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നന്നായി ഒന്ന് തിളച്ച് ഒന്ന് എല്ലാം മിക്സായി വരുമ്പോൾ നമ്മുടെ നല്ല ജീരകവും അതുപോലെ തന്നെ കുരുമുളകും കറിവേപ്പിൻ്റെ ഇലയും നന്നായി മൂപ്പിച്ച് പൊടിച്ച് വെച്ചിട്ടില്ല അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ തേങ്ങയുടെ 1/4 ഭാഗത്തോളം നമ്മൾ മാറ്റി വയ്ക്കുക. 1/4 ഭാഗത്തോളം നമുക്ക് അരച്ചെടുക്കണം. 1/4 ഭാഗം അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/4 ഭാഗം നന്നായി പേസ്റ്റ് പോലെ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ വറുത്തതില്ല അതും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അധികം നേരം വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വറുത്തരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് താളിച്ച് ചേർക്കാനായിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് കടുക്, അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോൾ മുളക്, കറിവേപ്പിൻ്റെ എല്ലാം അതും കൂടി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വറുത്തരിശ്ശേരി റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. സദ്യയിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. ഞങ്ങളിത് ഉണ്ടാക്കാറുള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്തത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ്. നല്ല വറുത്തരച്ചിട്ടുള്ള തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ല മസാലയൊക്കെ തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കണം. നല്ല അടിപൊളിയായിട്ടുള്ള ഇഷ്ടമാണ്. അതിലേക്ക് ആവശ്യമായിട്ട് കുക്കർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2 ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റ് അതും, പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടതും കേട്ടോ. കുറച്ച് മതി, 2 പിടി മതി. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം വയ്ക്കുക. അത് വേവാനായിട്ടുള്ള വെള്ളം വയ്ക്കുക. കറക്റ്റ് ഒരു വിസിൽ വന്നാൽ മതി. നമുക്കത് ഓഫ് ചെയ്ത് അത് തുറന്നതിന് ശേഷം കുക്കർ തുറന്നതിന് ശേഷം അതിൽ കുറച്ച് സോയാ ചങ്ക്സ് ഇല്ല അതും കൂടി ഇട്ട് കൊടുക്കണം. അതിൽ വെള്ളം ഉണ്ടാവും, അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അത് കുതിരാൻ പാകത്തിന് വെള്ളം അതിലുണ്ടാവും. അതിലേക്ക് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ മാത്രം മതി. അതൊന്ന് വറുത്ത് വെക്കണം. നന്നായി മൂത്ത് നന്നായി വറുത്ത് മാറ്റി വെക്കണം കേട്ടോ. അത് നന്നായി അരച്ച് പേസ്റ്റ് പോലെ അരച്ച് മാറ്റിയും വെക്കണം കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മസാലയും കൂടെ തയ്യാറാക്കി എടുക്കാനുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ സവാള, 2 സവാള, വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. അതും കൂടി ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. നന്നായി വഴണ്ടി വരുന്ന സമയത്ത് നമ്മുടെ മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരണം. എന്തെങ്കിലാണ് ഇഷ്ടമാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒപ്പം തന്നെ 1/2 തക്കാളി അതും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. മസാലയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഇല്ല അതും കൂടെ ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കഷ്ണങ്ങളെല്ലാം നന്നായി ഉടഞ്ഞു പോകണ്ട കേട്ടോ. നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയില്ലേ അതും കൂടി നന്നായി പേസ്റ്റ് പോലെ അരച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ട് മസാലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. 1/4 സ്പൂണോളം ഗരം മസാല പൗഡർ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 സ്പൂണോളം പെരിഞ്ജീരകമല്ലേ അത് നന്നായി പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇഷ്ടമാണ്. ഇതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നമ്മളൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. തെമ്പാലില്ലേ, തേങ്ങയുടെ തെമ്പാൽ അതും കൂടെ ലാസ്റ്റ് ഒരു 2-3 ടേബിൾ സ്പൂൺ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മളെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ളത് സാധനം. കുറച്ച് മല്ലിയിലല്ല അതും കൂടെ ഒന്ന് തൂവി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തള വന്നാൽ മാത്രം മതി.
പാല് പിരിയാനായിട്ട് പാടില്ല കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈസ്റ്റു റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളെ സദ്യയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മളെ സദ്യ സ്റ്റൈലിൽ തോരൻ എങ്ങനെയാണ് വെക്കാമെന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, എളുപ്പമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതൊരു മീഡിയം സൈസ് ക്യാബേജിൻ്റെ പകുതിയാണ് ചെറുതാക്കി അരിഞ്ഞെടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ട് ഒരു ക്യാരറ്റ്, അതും കൂടെ നന്നായി ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള, ഇതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഒരു അരഭാഗം, വലിയതാണെങ്കിൽ അരഭാഗം സവാള അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ, ഒരു 2.5 കൈപ്പിടി തേങ്ങയും കൂടെ നന്നായി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില അതും കൂടെ ചേർത്തിട്ട് നന്നായി കൈകൊണ്ട് നന്നായി ഒന്ന് തിരുമ്മി കൂട്ടണം. നന്നായി സോഫ്റ്റ് ആവണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ തോരൻ്റെ ടേസ്റ്റ് നന്നായി കൂടാനുള്ള സാധ്യത. പാൻ വെച്ച് കൊടുക്കുക. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിൻ്റെ ഇലല്ല അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പരിപ്പില്ലേ, നമ്മൾ സാമ്പാർ പരിപ്പ്, അതൊന്ന് കുതിർത്തി വെക്കുക. 1 ടേബിൾ സ്പൂൺ പരിപ്പ് അത് കഴുകി വെള്ളത്തിൽ കുതിർത്തി വെക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക, പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പരിപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അടച്ച് വെക്കുക. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും. പരിപ്പൊന്ന് ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ടാവും കേട്ടോ. നന്നായി വെള്ളം വറ്റാനായിട്ട് നിൽക്കേണ്ട. ഒപ്പം തന്നെ നമ്മളെ ക്യാബേജ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രയും മതി. അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ തോരൻ കഴിക്കാനായിട്ട്. അവസാനം ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. സദ്യക്ക് കിട്ടുന്ന തോരനൊക്കെ നല്ലൊരു മണമാണ്, നല്ലൊരു ടേസ്റ്റുമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സദ്യക്ക് കിട്ടണ അതേ തോരൻ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. സദ്യയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സാമ്പാർ ടേസ്റ്റ് ഇല്ലെങ്കിൽ വേറെ ഒന്നും ടേസ്റ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ സാമ്പാർ ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്ന് പറഞ്ഞു തരാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ സദ്യയിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള സാമ്പാർ കിട്ടിക്കോളും. ഇതൊരു 200 ഗ്രാം പരിപ്പാണ് കേട്ടോ. ആ പരിപ്പ് നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ മത്തങ്ങ, അതുപോലെ കുമ്പളങ്ങ, ചേന, ഉരുളക്കിഴങ്ങ്, അതാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. 1-2 ഫിസിലാവുമ്പോഴേക്കും നന്നായി വെന്തിട്ടുണ്ടാവും. ഒരു പെൻ സ്റ്റൗമ്മ വെച്ചിട്ട് ഇതേ സവാള, അതുപോലെ വെണ്ടക്കായ, മുരിങ്ങക്കായ അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു 4 മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ട് ഒരു 3.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മൂത്ത് വരണം കേട്ടോ. അതായത് സാമ്പാർ പൊടിയുടെ കളർ ഒന്ന് മാറി കിട്ടും, ഒരു ബ്രൗൺ കളറാവും. അപ്പോഴാണ് നമ്മുടെ സാമ്പാർ കറക്റ്റ് ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. വെറുതെ സാമ്പാർ പൊടി ഇട്ട് കഴിഞ്ഞാൽ സാമ്പാർ പൊടിയുടെ ഒരു കുത്തുമണം ഉണ്ടാവും. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് പുളിയില്ല, ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി അതും കൂടെ വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞിട്ടുള്ള വെള്ളം അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. ആയിട്ടുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് തിളക്കട്ടെ. അതായത് വെണ്ടക്കായും മുരിങ്ങക്കായും ഒന്ന് നന്നായി ഒന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളില്ലേ അതും ഇതിലേക്ക് ചെരിഞ്ഞു കൊടുക്കുക. നന്നായി ഒന്ന് തിളയ്ക്കണം. എല്ലാം കൂടി ഒന്ന് നന്നായി തിളയ്ക്കണം കേട്ടോ. സാമ്പാറിനൊരു പ്രത്യേക മണവും ടേസ്റ്റും കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവയുടെ പൊടിയില്ലേ അത് വറുത്ത് പൊടിച്ചത് കേട്ടോ, അതും കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ കായമാണെങ്കിലും കായപ്പൊടി ആണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയില നന്നായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് സദ്യ സ്റ്റൈൽ സാമ്പാർ തന്നെയാവുള്ളൂ. നന്നായി മല്ലിയില ഇട്ട് കൊടുക്കണം. പിന്നെ മുളക്, അതുപോലെ കറിവേപ്പിൻ്റെ എല്ലാം അത് മൂപ്പിച്ച് കൊടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ അടിപൊളിയായിട്ടുള്ള സാമ്പാർ, ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡിയാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അടുത്തതായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന അച്ചാറാണ് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് അധിക ദിവസമൊന്നും ഇരിക്കില്ല, പെട്ടെന്ന് ഉണ്ടാക്കുക, പെട്ടെന്ന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ ഞാനിത് 2 മാങ്ങയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കണം. ഒരു 10 മിനിറ്റോളം അടച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ വെള്ളം ഊറി വരണതായിട്ട് കാണാം കേട്ടോ. ആ വെള്ളം നമുക്ക് ആവശ്യമായിട്ടുണ്ട്, വെള്ളം ഊറ്റിക്കളയരുത്. ഒരു 10-15 മിനിറ്റിന് ശേഷം അത് തുറന്നിട്ട് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ചത് അതും കൂടെ ഒരു 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് കായത്തിൻ്റെ പൊടിയിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഇട്ടാൽ ഞാൻ ചേർക്കാറുള്ളതാണ്. വളരെ കുറച്ച് സാമ്പാർ പൊടി, ഒരു 1/4 സ്പൂണോളം സാമ്പാർ പൊടി, പിന്നെ കുറച്ച് പഞ്ചസാര, 1/2 സ്പൂൺ പഞ്ചസാര അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത് മാറ്റി വെച്ചിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് മൂത്ത് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അത്
അതിലേക്ക് ഈ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അച്ചാർ റെഡിയാവും. പെട്ടെന്ന് നമുക്ക് കഴിക്കാവുന്ന അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. 1-2 ദിവസം ഇരുന്നോളും, അതിൽ കൂടുതൽ ഇരിക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സദ്യയിലെ കറികൾക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയുള്ള ടിപ്സാണ് പറഞ്ഞു തന്നത്. എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഓണല്ലേ വരുന്നത്, എല്ലാവർക്കും സന്തോഷത്തോടെ ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും ബൈ ബൈ.